പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരവേൽക്കാൻ തിരുവനന്തപുരം ഒരുങ്ങി. അല്പസമയത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്തിനായി പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. BJP സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഷെബീദ് റാവുത്തർ ചെന്നു. പ്രധാനമന്ത്രി അവിടെയാണ് വന്നിറങ്ങുന്നത്. അതുപോലെ പുത്തരിക്കണ്ട മൈതാനത്ത് പ്രധാനപ്പെട്ട വേദി അതാണ്. അവിടെ R. ശ്രീജിത്ത് ഉണ്ട്. അതുപോലെ പുത്തരിക്കണ്ട മൈതാനത്തിന് പുറത്ത് അലക്സ് റാം മുഹമ്മദും, അതുപോലെ റോഡ് ഷോ തുടങ്ങുന്ന SMV സ്കൂളിൽ നിന്ന് നമുക്കൊപ്പം റിനു ശ്രീധറും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും, അതുപോലെ സൂരജ് സജി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം ചേരും. ഗുരുവായൂർ പാസഞ്ചർ, തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറോടെ ഉദ്ഘാടനം ചെയ്യും. ആദ്യം ഷെബീദ് റാവുത്തറിലേക്ക്. ഷെബീദ്, പ്രധാനമന്ത്രി എത്താറായോ? സമയമായോ? SK ഏതാണ്ട് സമയം അടുത്തു വരുന്നു. 10 മണിയോടെ അദ്ദേഹം ലാൻഡ് ചെയ്യും. തിരുവനന്തപുരം എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എയർഫോഴ്സ്, അതേപോലെ തന്നെ കരസേനാ മേധാവികൾ എന്നിവരടക്കം പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ സ്വീകരിക്കും, എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയുടെ വളരെ അടുത്താണ്. സാധാരണഗതിയിൽ നമ്മളതിന് നേരെ ഓപ്പോസിറ്റ് നിന്നാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവൊക്കെ കവർ ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഈ വരവ് കവർ ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കുറച്ചുകൂടി സുരക്ഷ അതിന്റെ ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ശംഖുമുഖത്ത് എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് 50 മീറ്റർ മാറിയാണ് മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാനുള്ള അവസരം നൽകിയത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നടക്കുന്നത്, അതായത് പ്രധാനമന്ത്രി എത്തിയാൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി അടക്കം സ്വീകരിക്കും, മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് റോഡ് മാർഗം പാളയം വഴി, അതായത് ചാക്ക പാളയം വഴിയായിരിക്കും നഗരത്തിലേക്ക് എത്തുക. നഗരത്തിലെത്തിയ ശേഷം ഓവർബ്രിഡ്ജിലെ SMV സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും. ആ റോഡ് ഷോ ആയിരിക്കും പുത്തരിക്കണ്ട മൈതാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 പ്രധാനപ്പെട്ട പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇന്ന് 4 പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. 3 അമൃത് ഭാരത് സർവീസുകൾ, അതേപോലെ തന്നെ മറ്റൊന്ന് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറും ഇന്ന് സർവീസിന് അദ്ദേഹം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം BJPയുടെ വളരെ പ്രധാനപ്പെട്ട പരിപാടി നമുക്കറിയാം. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് BJP അവർ അധികാരം പിടിച്ചതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന വികസന നയരേഖ, രൂപരേഖ അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രഖ്യാപിക്കും. അത് കേരളത്തിനാകെ മാതൃകയാകുന്ന പദ്ധതിയാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. 25 ദിവസമായി കോർപ്പറേഷനിൽ BJP ഭരണം അധികാരമേറ്റിട്ട് അതിനുശേഷം പ്രധാനമന്ത്രി 25 ദിവസത്തിനുള്ളിൽ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ ബ്ലൂ പ്രിന്റ് അവതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് അവതരിപ്പിച്ചേക്കില്ല എന്നൊരു സൂചനകൾ ഇന്നലെ മേയർ VV രാജേഷ് തന്നെ നൽകി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള പ്രത്യേകതകൾ പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, BJP നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി 3 ജില്ലകളിലെ പ്രവർത്തകരടക്കം അഭിസംബോധന ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യോഗം കൂടി ഇന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക് നിയമസഭയിൽ BJPക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്, മാത്രമല്ല എത്രമാത്രം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. പ്രധാനപ്പെട്ട നേതാക്കൾ അവരടക്കം ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മേയർ VV രാജേഷ് ഇല്ല എന്നുള്ളതും ഇന്ന് രാവിലെ പുറത്തു വന്നൊരു വിവരമാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സൈനിക പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി 22 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. NDA BJP നേതാക്കളും പട്ടികയിലുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ എത്തുമ്പോൾ മേയർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്തുന്നത് പതിവാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല. പുത്തരിക്കണ്ടത്ത് പ്രധാനമന്ത്രി സ്വീകരിക്കുമെന്ന് VV രാജേഷ് അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും. ഷെബീദ് റാവുത്തറാണ് എയർപോർട്ട് ടെക്നിക്കൽ ഏരിയ വിവരങ്ങളുമായി ചേർന്ന്. ഇനി പുത്തരിക്കണ്ടമാണ് മൈതാനമാണ് പ്രധാനപ്പെട്ട വേദി. അവിടെ നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്തെ, ഈ നമ്മുടെ ഈ 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് ഉൾപ്പെടെ പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ വേദിയിൽ അണിനിരന്ന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ BJPയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുന്നത് പുത്തരിക്കണ്ടത്തെ വേദിയിലാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ വേദിയിലേക്ക് കിറ്റക്സിന്റെ MDയും 2020യുടെ ചീഫ് കോർഡിനേറ്ററുമായ സാബു M. ജേക്കബ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം മുൻനിരയിൽ കുമ്മനം രാജശേഖരന് തൊട്ടടുത്ത കസേരയിലാണ് ഇരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ BJP പ്രവർത്തകരെ കൊണ്ട് ഈ പുത്തരിക്കണ്ടത്തെ പ്രധാന വേദി നിറഞ്ഞു കഴിഞ്ഞു. വലിയ തോതിലുള്ള ആവേശം, BJPയുടെ പതാകകളും മോദിയുടെ പ്ലക്കാർഡുകളും ഒക്കെ ആയിട്ടാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ ശരണം വിളിയും ഉണ്ടായിരുന്നു. അല്പം മുമ്പ് സ്വാമി അയ്യപ്പ എന്നടക്കമുള്ള ചരണവിളിയാണ് ഇവിടെ നേരത്തെ കേട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ പ്രധാന വിഷയമാക്കിക്കൊണ്ട്
BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിന്റെ സൂചനയാണിത്. കാരണം എല്ലാവരുടെയും കയ്യിൽ അയ്യപ്പ മുദ്രകൾ അടങ്ങുന്ന പ്ലക്കാർഡുകളും മറ്റുമുണ്ട്. അത്തരത്തിൽ വലിയ തയ്യാറെടുപ്പോട് കൂടിയാണ് BJP പരിപാടി സംഘടിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ തയ്യാറെടുപ്പുകൾ, അതിന്റെ പ്രചരണത്തിന് തുടക്കം, അത് വേദിയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നു എന്നതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത. ഇവിടെ തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ മറ്റുണ്ടാകും. വികസന രേഖ കൈമാറുമെന്ന് നേരത്തെ അറിയിച്ചിട്ടെങ്കിലും അത് പ്രോട്ടോകോൾ പ്രകാരം കഴിയില്ല എന്നാണ് ഇപ്പോൾ SPക്ക് മറ്റും അറിയിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വികസന രേഖ കൈമാറി. അതുകൊണ്ട് ബ്ലൂ പ്രിന്റ് പ്രകാശനമോ പ്രഖ്യാപനമോ ഇവിടെ ഉണ്ടാവില്ല. മറിച്ച് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പ്രധാന വേദിയിൽ BJPയുടെ പ്രവർത്തകർ പറയുകയാണ്. കൃത്യം 10:48 ഇതിന് തൊട്ടടുത്തുള്ള വേദിയിൽ അവിടെയാണ് റെയിൽവേ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നത്. അവിടെ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കൂടാതെ ലൈസൻസ് പാർക്കിലെ ടെക്നിക്കൽ ഹബിന്റെ ഒപ്പം തന്നെ തിരുവനന്തപുരം പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികളുണ്ട്. അവിടെ അതിന് ഔദ്യോഗിക വേദി ഇതിന് തൊട്ട് സമീപത്താണ്, ഇതിന്റെ വടക്കു ഭാഗത്തായിട്ടാണുള്ളത്. എന്നാൽ ഇത് പൂർണ്ണമായും രാഷ്ട്രീയ വേദിയാണ്. ഇവിടെയായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗവും രാഷ്ട്രീയ പ്രസംഗവും മറ്റും ഉണ്ടാകാൻ പോകുന്നത്. SK. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ അകത്ത് നിന്ന് ചേർന്ന്. ഇനി പുറത്ത് നമ്മുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദുണ്ട്. പുത്തരിക്കണ്ട മൈതാനത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും പോകുന്നു. അവിടെ ആളുകളൊക്കെ നിരന്നു കഴിഞ്ഞു, കാണികളൊക്കെ ആയി, വേദിയിലും അതിഥികൾ നിരന്നു കഴിഞ്ഞു. മറ്റെന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. രണ്ട് പരിപാടികൾ. ഒന്ന് ഔദ്യോഗിക പരിപാടിയാണ്. റെയിൽവേയുടെ അടക്കമുള്ള പരിപാടികളുടെ പ്രവേശന കവാടം തൊട്ടപ്പുറത്താണ്, പുത്തരിക്കണ്ട മൈതാനിയുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ആ കാണുന്നതാണ് ഈ റെയിൽവേ പരിപാടി അടക്കം. അതായത് 4 അമൃത് ഭാരത് സർവീസ് അടക്കം പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൻ്റേതടക്കമുള്ള പരിപാടി. മറ്റൊന്ന് സയൻസ് പാർക്കിന്റെ ഇന്നോവേഷൻ ഹബ്ബ് ഉദ്ഘാടനം ചെയ്യും. ആ പരിപാടികൾക്കുള്ള എൻട്രൻസ് അതുവഴിയാണ്. ഞാൻ ഈ നിൽക്കുന്നത് പുത്തരിക്കണ്ട മൈതാനിയിൽ തൊട്ടിപ്പുറത്തെ എൻട്രൻസിലാണ്. ഇവിടെയാണ് BJPയുടെ പാർട്ടി പരിപാടി നടക്കുന്നത്. പൊതുസമ്മേളനം നടക്കുന്നത് ഇവിടെയാണ്. രാവിലെ മുതൽ തന്നെ നിരവധിയായി പ്രവർത്തകർ, അതൊക്കെ ഈ 3 ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ട്. നേരത്തെ BJP അവകാശപ്പെട്ടത് ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരെ ഈ പരിപാടിയിൽ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയിൽ BJP അധികാരത്തിലെത്തി 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അദ്ദേഹം തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷന്റെ നഗരവികസന ബ്ലൂ പ്രിന്റ് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നായിരുന്നു പാർട്ടിയുടെയും അതുപോലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഭരണസമിതിയുടെ ഒക്കെ പ്രഖ്യാപനം അതായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലൂ പ്രിന്റ് ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ മേയർ VV രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും കൂടിയാലോചനകൾ സർക്കാർ സംവിധാനങ്ങളുമായി, തദ്ദേശ വകുപ്പുമായും ഒക്കെ, മന്ത്രിമാരുമായും ഒക്കെ കൂടിയാലോചനകൾ നടത്തണം. അതിനുശേഷം മാത്രമായിരിക്കും അടുത്ത 5 വർഷത്തെ നഗരവികസന രേഖ തയ്യാറാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ചിലപ്പോൾ ഉണ്ടായേക്കുമെന്നുള്ളൊരു സാധ്യത, അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഒരുപക്ഷെ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം അതിനു ബദലായി വരുന്ന അതിവേഗ റെയിൽപാത ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചന നിലനിൽക്കുന്നു. അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ഒപ്പം BJPയുടെ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തുടക്കം, പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കം കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മിഷൻ കേരളയാണ് BJP ഉദ്ദേശിക്കുന്നത്. കൗൺസിലർമാരടക്കം നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഒരുക്കം തുടങ്ങിയല്ലോ. ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമല്ലേ ഇപ്പോൾ നടക്കുന്നത്. കാരണം ഞങ്ങളുടെ നഗരസഭ പിടിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് 45 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വരും എന്നൊരു വാക്ക് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വരെയില്ല. അപ്പോൾ തന്നെ BJP പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്, അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രാവിലെ മുതൽ തന്നെ ജനങ്ങളുടെ വലിയ ഒഴുക്കാണ്. തീർച്ചയായിട്ടും ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ കിട്ടിയ നിർദ്ദേശം, വരുന്ന വണ്ടികളൊക്കെ നമ്മുടെ ഈഞ്ചകൽ ഭാഗത്ത് തടഞ്ഞിട്ട് ആൾക്കാർ അവിടെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുക. ഇതുപോലും തികയത്തില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ. റോഡ് ഷോ ആവേശഭരിതമാകും. അതിലും വലിയ ഗംഭീരമാക്കും റോഡ് ഷോ. SK, അതാണ് പ്രവർത്തകർ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ വനിതാ പ്രവർത്തകർ. ചേച്ചി എവിടെ നിന്നായിരുന്നു? ഞാൻ തിരുവല്ലം. PM-നെ കാണാൻ വന്നാണ്, പ്രധാനമന്ത്രി? അതെ, ആവേശത്തോടെ നിൽക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കം വലിയ തോതിൽ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. സ്കാൻ ഇതാ നമുക്കറിയാം, പുത്തരിക്കണ്ട മൈതാനത്തെ EK നായനാർ പാർക്കിലേക്കുള്ള ഈ പ്രവേശനം വഴിയാണ് നിരവധിയായ എൻട്രൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ കർശന ബന്ദോബസ്തുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പ്രവർത്തകരെ ഇവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പ്രവർത്തകരെ മാത്രമല്ല, നേതാക്കളടക്കം ഇതിനുള്ളിൽ ഇവിടെ നിന്നാണ് അകത്തേക്ക് പ്രവേശിച്ചത്. നേരത്തെ V. മുരളീധരൻ, ഒപ്പം MT രമേശ്, CK പത്മനാഭൻ,
അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങി ബിജെപിയുടെ സമുന്നതരായ നേതാക്കളൊക്കെ ഇതുവഴി ഈ പറഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കടന്നാണ് അകത്തേക്ക് പോയത്. നേരത്തെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ഇതുവഴിയാണ് പോയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിപാടിയിൽ ഈ 2020 എൻ ഡി എ മുന്നണിയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സാബു ജേക്കബ് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇന്നലെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വികാസങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. 2020 നിന്ന് ജനപ്രതിനിധികൾ രാജിവെക്കുന്നത് അത് സ്വാഭാവികം മാത്രം. 1-2% പേർ ഒരുപക്ഷെ പോയെന്ന് വരും. അങ്ങനെ ആ 1-2% പോയാൽ ഒരുപക്ഷെ 10-100% തിരികെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വികസനത്തിന് വേണ്ടിയാണ് പോയത്. മറ്റ് CPM-ന്റെ കോൺഗ്രസിന്റെ ആരോപണങ്ങളെല്ലാം സാബുവും ജേക്കബ് തള്ളുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ആ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ BJP ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് റോഡ് ഷോ തുടങ്ങുന്ന SMV സ്കൂളിന് സമീപം നിന്ന് റിനു ശ്രീധർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഈ റോഡ് ഷോയ്ക്ക് ആളുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് SKN. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുവാൻ സ്വാഗതമരുളാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ ആവേശമാണ് തിരുവനന്തപുരത്തെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ചെണ്ടമേളം ഒപ്പം ചില നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഓവർബ്രിഡ്ജിന് സമീപം SNV സ്കൂളിന്റെ മുന്നിലേക്ക് എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ ഈ റെയിൽവേയുടെ പരിപാടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം അദ്ദേഹം കാൽനടയായി, അതായത് വാഹനത്തിന് പുറത്തിറങ്ങി അവിടേക്ക് എത്തുവാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറമാൻ ജിനു കാണിച്ചു തരും. വലിയ നിശ്ചല ദൃശ്യങ്ങൾ, ചെണ്ടമേളം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് BJP പ്രവർത്തകർ. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇരുവശവും ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയാണ്, അതിനപ്പുറം സുരക്ഷയാണ് SPG തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ ബന്ധവുസാണ് കിഴക്കേക്കോട്ട മുതൽ അതുപോലെ തന്നെ ഈ ഓവർബ്രിഡ്ജ് വരെയുള്ള പ്രദേശങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ എപ്പോഴെത്തി? 9 മണിയായപ്പോൾ എത്തിയായിരുന്നു. എവിടെന്നാ വരുന്നത്? ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രിയെ കാണുന്നത്? ആദ്യമായിട്ടില്ല, 3-4 പരിപാടിയിൽ വന്നിട്ടുണ്ട്. ആവേശം എത്രത്തോളം ഉണ്ട്? ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രിയെ കാണുന്നത്? ആദ്യമായിട്ടാണ്. ഓക്കെ, എവിടെന്നാ വരുന്നത്? കോഴഞ്ചേരി പുല്ലാട്. കോഴഞ്ചേരി നിന്നാണ് വരുന്നത്. കോഴഞ്ചേരിയിൽ നിന്ന് എത്ര മണിക്ക് എത്തി? ഞങ്ങൾ 5 മണിയായപ്പോൾ അവിടെ തിരിച്ചു. ഓക്കെ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രവർത്തകർ ഈ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. റോഡിന്റെ ഇരുവശവുമായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ആവേശം ജ്വലിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് സ്വാഗതമരുളാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഏകദേശം 10:30 കൂടിയാണ് ടെക്നിക്കൽ ഏരിയയിൽ പ്രത്യേക വിമാനത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് ഈ ഓവർബ്രിഡ്ജിന് സമീപത്തേക്ക് വാഹനത്തിലെത്തി വാഹനവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങി 4 ട്രെയിനുകൾ എന്ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൽ 3 ട്രെയിനുകൾ അമൃത് ഭാരതാണ്. ഒരു ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്കുള്ള ഒരു ഷട്ടിൽ ട്രെയിനാണ്. അപ്പം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചേരുന്നു. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് SKN. വളരെ പ്രതീക്ഷയോടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കാൻ പോകുന്നത് ട്രെയിനുകളാണ്. കാരണം അമൃത് ഭാരത് ട്രെയിനുകൾ എന്നത് അതിന്റെ പ്രത്യേകത തന്നെ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ദീർഘദൂര യാത്രകൾ നല്ല സൗകര്യത്തോടു കൂടി നൽകുക എന്നുള്ള ആശയത്തിന്റെ ഭാഗമായാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകൾ വരുന്നത്. 3 അമൃത് ഭാരത് ട്രെയിനുകളും 1 പാസഞ്ചർ ട്രെയിനുകളുമാണ്. എന്തായാലും ഇതിവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 2 ട്രെയിനുകളാണ് ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഒരെണ്ണം, അതായത് ഹൈദരാബാദിലേക്കുള്ളത് തിരുവനന്തപുരം നോർത്തിൽ നിന്നും, ബാക്കി 2 ട്രെയിനുകളും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്ന് താമ്പരത്തേക്ക്, ഒന്ന് മാംഗ്ലൂരിലേക്ക്. ഈ 2 ട്രെയിനുകളും തയ്യാറായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് മുന്നിലേക്ക്, അതായത് കൊച്ചുവേളി ഭാഗത്തേക്ക് പോകും, ഒരെണ്ണം നേരെ നാഗർകോവിൽ ഭാഗത്തേക്ക് പോകും. നാഗർകോവിൽ ഭാഗത്തേക്ക് വഴിയാണ് ഈ അമൃത് ഭാരത്, താമ്പരത്തേക്കുള്ള അമൃത് ഭാരത്. രണ്ടാമത്തേത് നേരെ മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് പോകുന്നത് ഇതുവഴി കൊച്ചുവേളി വഴിയുള്ള ട്രെയിനിലേക്ക് പോകും. എന്നാലും ട്രെയിനിന്റെ ഉൾവശങ്ങളിലേക്ക് കടന്നാൽ വലിയ പ്രതീക്ഷയോടെ നിരവധി പേർ ഇപ്പോൾ ഇരിപ്പുണ്ട്. അകത്ത് തന്നെ ഓൾറെഡി ഈ ഒരു യാത്ര പ്രതീക്ഷിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഹലോ, നിങ്ങളെല്ലാം റെയിൽവേ ജീവനക്കാരാണല്ലേ? ഈ ആദ്യ യാത്ര പ്രതീക്ഷയോടെ തന്നെയാണ്? അല്ല, ഞാൻ യാത്ര ചെയ്യുന്നില്ല. അകത്ത് കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ നല്ല സൗകര്യത്തോടു കൂടി സാധാരണക്കാർക്ക് യാത്ര ചെയ്യുക എന്നുള്ള ഒരു ആശയമാണല്ലോ. ട്രെയിനിന്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. ഒരു ട്രെയിനിന്റെ സൗകര്യങ്ങളെല്ലാം മറ്റുള്ള വണ്ടിയെക്കാട്ടി നല്ലത് തന്നെ. സാധാരണക്കാർക്ക് ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ വേഗതയിൽ ഒന്നാൽ സാധാരണ ട്രെയിൻ നിരക്കിൽ കിട്ടുന്നു എന്നുള്ളതാണല്ലേ? അവരെല്ലാം റെയിൽവേ ജീവനക്കാരാണ്. അവരെല്ലാം ഈ ട്രെയിനുകളുടെ അകത്ത് കയറി അതിന്റെ ഒരു സൗകര്യങ്ങളെല്ലാം നോക്കുകയാണ്. നിങ്ങൾ ട്രെയിൻ സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് ഈ ട്രെയിനിന്റെ യാത്ര?
സൂപ്പറായിട്ടുണ്ട്. സന്തോഷം. ഇതൊരു സാധാരണ, കാരണം ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഈ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകളും സ്ലീപ്പർ കമ്പാർട്ട്മെന്റുകളും AC ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് നല്ല സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. സൗകര്യം ഉണ്ടല്ലോ സാധാരണ നല്ല പോലെ ഉണ്ട്. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ അതിന്റെ ലഗേജ് വെക്കുന്ന സ്പേസിലും കൂടി ഒരു കുഷ്യനൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആളുകൾ കുറവാണ്, ലഗേജ് ഇല്ല എങ്കിൽ സാധാരണക്കാർക്ക് വേണമെങ്കിൽ മുകളിൽ കയറി ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ കിടന്ന് യാത്ര ചെയ്യാൻ കഴിയും. നിങ്ങളെല്ലാം റെയിൽവേ ജീവനക്കാരാണോ? എങ്ങനെയുണ്ട് ഒരു അമൃത് ഭാരതിന്റെ ഉൾഭാഗം? ഉൾഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരമായിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പുതിയൊരു ഇന്നോവേഷൻ ആയിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.